വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഇതുവരെ ഈ ഇന്ത്യ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്, ഇന്ത്യക്ക് ഒരു നിലപാടും ഇല്ല, ചേരിചേരാ നയമാണ്, അങ്ങാണ് ഇങ്ങാണ്. പല രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഒരു യുദ്ധത്തിലും ചേരാതെ സമാധാനപരമായിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ വളരെ അഗ്രസീവായിട്ട്, വളരെ ഫ്യൂരിയസ് ആയിട്ട് നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പൊ നോട്ടാം 4 സ്ഥലത്ത് പ്രഖ്യാപിച്ച് നമ്മൾ വലിയ ആ, സൈനിക അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും നമ്മൾ നോട്ടാം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ മാസം പകുതിയും അവസാനവും പിന്നെ അടുത്ത മാസം ജനുവരിയിലും അവിടെ നോട്ടാം പ്രഖ്യാപിക്കുന്നു എന്നറിയാൻ സാധിച്ചു. ആ വാർത്ത നമ്മൾ കൊടുത്തതാണ്. പക്ഷെ ഇപ്പോഴിതാ അതൊന്നുമല്ല. ഇപ്പോ നമ്മുടെ രാജ്യം ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു എന്ന ആ, റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇതുവരെ അത് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ന്യൂക്ലിയർ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനും മേലെ ഒരു ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷണം നമ്മുടെ രാജ്യം നടത്താൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയർ ബോംബിനെക്കാട്ടിലും ആറ്റം ബോംബിനെക്കാട്ടിലും 1000 മടങ്ങ് ശക്തിയുള്ള ബോംബാണ് ഈ ഹൈഡ്രജൻ ബോംബ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത്. ഈ ഹൈഡ്രജൻ ബോംബ് USA-ക്കുണ്ട്, റഷ്യക്കുണ്ട്, UK-ക്കുണ്ട്, ചൈനയ്ക്കുണ്ട്, ഫ്രാൻസിനുണ്ട്. ഇത്രയും രാജ്യങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ചില സൈറ്റുകൾ പറയുന്നത് ഉത്തരേന്ത്യക്ക് ഉത്തരേന്ത്യയല്ല, ഉത്തര കൊറിയ, നോർത്ത് കൊറിയക്ക് ഹൈഡ്രജൻ ബോംബുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി പരീക്ഷിക്കുമല്ലോ. പരീക്ഷിക്കുമ്പം ഈ വാർത്തകളൊക്കെ ഞാൻ കാണുന്നത് അമേരിക്കയുടെ ചില ഭാഗങ്ങൾ കുലുങ്ങി എന്നൊക്കെയാണ് ഞാൻ കാണുന്നത്. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. നോർത്ത് കൊറിയ പരീക്ഷിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ചില മാധ്യമങ്ങൾ, സൈറ്റുകൾ പറയുന്നത് ഇതിനെക്കാട്ടിലും വലിയ സാധനങ്ങളൊക്കെ ഇസ്രായേലിന്റെ കയ്യിലും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഇസ്രായേലിന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബും ഉണ്ട്, ഹൈഡ്രജൻ ബോംബും ഉണ്ട്. അവരതൊന്നും പുറത്തെടുക്കാതെ ഇരിക്കുകയാണ് എന്നുള്ളൊരു വാർത്തകൾ വേറെ ചില മാധ്യമങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ആധികാരികത ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ആധികാരികത ഉള്ള കാര്യങ്ങളല്ലേ നമ്മൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നതും ചില ചാത്തൻ ആൾക്കാർ പറയുന്നതും നമുക്കെടുത്ത് കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഈ ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്താൻ പോകുന്നു എന്ന്, ഇന്ത്യ നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമേരിക്കയും എന്താണ് ഈ പരീക്ഷണങ്ങൾക്ക് ഒരു മൗനാനുവാദം കൊടുത്തിട്ടുണ്ട്. അമേരിക്കയെ നമുക്കല്ല, അമേരിക്കയുടെ ഭരണകൂടം അവിടെയുള്ള ആൾക്കാർക്ക് നിങ്ങളും പരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞത്. കാരണം ലോകം മുഴുവൻ ഈ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണത്തിന്റെ ഒരു 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 സ്ഥലത്താണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. റഷ്യ പരീക്ഷിച്ചു, ഇപ്പോഴിതാ ഉത്തര കൊറിയ പരീക്ഷിക്കുന്നു, ചൈന പരീക്ഷിക്കുന്നു, ഇപ്പൊ ഇന്ത്യ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിക്കാൻ പോകുന്നു. അപ്പൊ അമേരിക്ക പറയുന്നത് ഇവരെല്ലാവരും പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മളും പരീക്ഷിക്കണമെന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചപ്പോൾ അറിയാലോ, നമുക്ക് വാജ്പേയിയുടെ കാലത്ത് പരീക്ഷിച്ചപ്പോൾ നമുക്കുണ്ടായ, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ രീതിയിലുള്ള എതിർപ്പുകളും ഉപരോധങ്ങളും എല്ലാം നരേന്ദ്രമോദി വന്നപ്പോ അത് എടുത്തു മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പൊ അതിലും വലിയൊരു ബോംബാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. എന്താണ് ഇത് പരീക്ഷിക്കാനുള്ള നിലവിലെ ഇന്ത്യയുടെ ചേതോവികാരം, അതിന്റെ സാഹചര്യം? അപ്പോൾ ഇതിൽ ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണും? അവർ അസ്വസ്ഥരാകാനുള്ള ഒരു സാധ്യതയില്ലേ ഈ കാര്യത്തിൽ? എന്ത് തോന്നുന്നു? ഈ ഒരു വാർത്ത ഇത് ആധികാരികമായിട്ട് അതായത് ഇവിടെ ഈ ഇന്ത്യയിൽ 2014 മുതൽ 2017 വരെ പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാന്റെ അംബാസഡർ അബ്ദുൾ ബസിത്ത്, അദ്ദേഹം ചെറിയൊരു പുള്ളിയല്ല, അനവധി ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം സിംഗപ്പൂർ രാജരത്നം കോളേജിന്റെ ഈ ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ സീനിയർ ഫെലോയാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ പ്രസ്താവന നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഒരു വലിയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ ഏതാണ്ടൊക്കെ ശരിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് ചൈനയും റഷ്യയും അടക്കം, ഇന്നലെ അദ്ദേഹം ചൈനയെ, പുടിനെയും ഷീ ജിൻപിങ്ങിനെയും കഠിന ഹൃദയരെന്നാണ് വിശേഷിപ്പിച്ചത്. ഒരാഴ്ചക്ക് മുമ്പ് മോദിയെയും അദ്ദേഹം കഠിന ഹൃദയൻ എന്ന് പറഞ്ഞത്. അങ്ങനെ 3 കഠിന ഹൃദയരുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് എല്ലാവരും ഇപ്പോൾ പരീക്ഷണങ്ങളാണ്, ആണവ പരീക്ഷണം മറ്റും നടത്തുന്നു. അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യമില്ല. അനുവാദം കൊടുത്തിരിക്കുകയാണ്, ഉത്തരവ് കൊടുത്തു, നിങ്ങൾ ആണവ പരീക്ഷണം നടത്തിക്കോളൂ. അത് ഏത് ടൈപ്പാണ്, എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല. ചൈന ഒരു 1.5 ആഴ്ചക്ക് മുമ്പ് അവരുടെ 5 മിസൈലുകൾ, ആണവ പോർമുനകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന 5 മിസൈലുകളുടെ പരീക്ഷണം ചൈനയിൽ നടത്തുകയുണ്ടായി. അപ്പോൾ ഇന്ത്യ പിന്നെ എപ്പോഴും ഇപ്പൊ മാസത്തിൽ 1 2 തവണ വെച്ച് മിസൈൽ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോലും ആരും അത് ഒരു വാർത്തയാക്കാറില്ല. എനിക്ക് തോന്നുന്നത് ഒരു മാധ്യമങ്ങളും അതൊരു വാർത്തയായിട്ട് പോലും ഇപ്പൊ വരുന്നില്ല. കാരണം ഇങ്ങനെ മരുഭൂമിയിൽ വലിയൊരു പരീക്ഷണം നടത്തിയില്ല കേട്ടോ. താർ മരുഭൂമിയിൽ പരീക്ഷണം നടത്തിയില്ല. ഇത് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ ആ വാർത്ത ഉണ്ടായിരുന്നല്ലോ. വാർത്തയുണ്ട് അത് കൊടുത്തിരുന്നത്.
അപ്പം ഇത് കണക്കുള്ള അനവധി പരീക്ഷണങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ കൊടുക്കുന്നുണ്ടെന്നോ, ചെറിയ പരീക്ഷണം വലിയ പരീക്ഷണം കൂടെ. ഇന്നലെ ആ ഉപഗ്രഹത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ നടക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു 2014 മുമ്പ് നമ്മൾ അപൂർവമായിട്ട് മാത്രമായിരുന്നു ഉപഗ്രഹ വിക്ഷേപണവും ഒപ്പം തന്നെ മിസൈൽ പരീക്ഷണവും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് അത് വലിയ വാർത്തയായെങ്കിൽ ഇന്ന് അതൊരു വലിയ വാർത്താ പ്രാധാന്യമില്ല. കാരണം മിസൈലുകൾ തന്നെ പല മോഡലുകളാണ് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അനവധി ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് യെസ്. ഈ പറയുന്ന അബ്ദുൾ ബസത്തിന്റെ ഒരു വലിയ പ്രസ്താവന വരുന്നത്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഏറ്റവും അടുത്ത ഒരു സമയത്ത് തന്നെ ഒരു തെർമൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അതിന് കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വെറുതെ അങ്ങ് അദ്ദേഹം പറഞ്ഞു പോവുകയല്ല. അദ്ദേഹം ഈ ഉറിയെ കുറിച്ചും ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചൊക്കെ ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഇന്ത്യ പ്രവർത്തിച്ചിരുന്ന അംബാസഡറാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഇന്ത്യ നന്നായി അറിയാം, അവരുടെ നീക്കങ്ങൾ നന്നായി അറിയാം. ഇവര് 1998 അണു ബോംബ് പരീക്ഷണം അവർ നടത്തിയപ്പോൾ അതിൽ അവര് 45 കിലോ ടൺ തെർമൽ ന്യൂക്ലിയർ ഹൈഡ്രജൻ പരീക്ഷിച്ചിരുന്നു. അതിൽ അതായത് ഒരു നോർമലി ഉള്ള ആണവ ബോംബ് സ്ഫോടനമായിരുന്നില്ല 98 അവർ നടത്തിയിരുന്നത്. ഇതിനുള്ള നീക്കങ്ങൾ അവർ അന്നേ നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോംബ് പരമ്പരയാണ്. കാരണം അതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത് പരീക്ഷിക്കാൻ കഴിയുന്നതല്ല ഹൈഡ്രജൻ ബോംബ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഈ അമിട്ട് പോലെ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. അത് ഒരുപാട് കാലങ്ങൾ എടുക്കും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 98 ഇവർ അതിന്റെ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് അവർ അതിന് 45 കിലോ ടൺ തെർമോ ന്യൂക്ലിയർ അതിൽ ഉപയോഗിച്ചിരുന്നു. അത് അവരുടെ ഹൈഡ്രജൻ ബോംബിലേക്കുള്ള പരീക്ഷണത്തിന്റെ ആദ്യഘട്ടമായിരുന്നു. പിന്നീട് എന്താണ് എന്നുള്ളത് അറിയില്ല. ഇപ്പോഴവരതിന് സജ്ജമായിരിക്കുന്നു, അവർ ആ പരീക്ഷണത്തിന് മുതിരുകയാണ് എന്നാണ് അവർ പറയുന്നത്. അവർ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം വളരെ വളരെ ആധികാരികമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിപ്പോ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് തന്നെ. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം അഗ്നി 5, ICBM, ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകളിലെല്ലാം നിലവിൽ ആണവ വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട്. അതിലെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് 170 വാർഹെഡ് ഈ ആണവ ഹെഡുകളാണ് നമുക്ക്, അതായത് ഫോർമുലകളാണ് നമുക്ക് ഉള്ളതെന്നാണ് നമ്മുടെ ഒഫീഷ്യലി. അത് ഒഫീഷ്യൽ ഒരിക്കലും കറക്റ്റ് ആകത്തില്ല. ഇപ്പൊ നമ്മൾ മിസൈലിന്റെ ദൂരം പറയുന്നതൊക്കെ ഉള്ളൂ. 1000 കിലോമീറ്റർ ദൈർഘ്യമുള്ള മിസൈൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് 10,000, 1000, 5000 ഒക്കെ ആയിരിക്കും, നമുക്ക് അറിയില്ലത്. പക്ഷെ ഇപ്പൊ 170, ഓരോ രാജ്യങ്ങളുടെയും ഒരു കണക്കുണ്ടല്ലോ എത്ര ആണവ ഫോർമുലകളുണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ശരാശരി കണക്കാണ് ഈ ഉള്ളത്. അപ്പോൾ അവർ പറയുന്നു ഈ ഒരു പരീക്ഷണം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റോമിക് ഫിക്ഷൻ ആയുധങ്ങളുള്ള ചൈനയ്ക്ക് ഈക്വലായി ഇന്ത്യ എത്തും. ചൈനയ്ക്ക് നിലവിൽ ഈ ഹൈഡ്രജൻ ആയുധങ്ങൾ വഹിക്കാനുള്ള മിസൈലിന്റെ പേര് ഡോങ്ഫങ് 41 എന്നാണ്. ഡോങ്ഫങ്. ഇന്ത്യയെ സംബന്ധിച്ച് അവര് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് പറയുന്ന അഗ്നിയും ബ്രഹ്മോസും അടക്കമുള്ള മിസൈലുകളിൽ വേണമെങ്കിൽ അവർക്ക് ഇത് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ മേഖലയിലെ ഹൈഡ്രജൻ അറ്റോമിക് ഫിക്ഷൻ ഗ്രൂപ്പിലേക്ക് ചൈനയ്ക്കൊപ്പം ഇന്ത്യയും എത്തും. അതൊരു വലിയ നീക്കമാണ്. എന്നിട്ട് ഇത് സ്വാഭാവികമായി ഇന്ത്യ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു കരാറുണ്ട് നമ്മളുടെ ലോകത്ത് എല്ലായിടത്തും, ആണവ പരീക്ഷണ നിരോധന ഉടമ്പടി എന്ന് പറയുന്ന ഒരു കരാറുണ്ട്, CTBT എന്ന് പറയും. അതായത് ഈ ആണവ പരീക്ഷണങ്ങളും മറ്റും നടത്തുമ്പോഴത്തെ അതാണ് ഈ ഇറാനുമായിട്ടുള്ള പ്രശ്നം, അതാണല്ലോ. അപ്പോ ഇറാൻ പോയിട്ട് അത് ആദ്യം ഒന്ന് ഒപ്പിട്ടിരുന്നു. ഒപ്പിട്ടതിന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ പരിശോധിക്കാൻ UN സംഘത്തെ ഒന്നും അനുവദിച്ചില്ല, ഇവരുടെ ഈ ന്യൂക്ലിയർ റിയാക്ടറിലും മറ്റുമൊക്കെ. ഇന്ത്യ പക്ഷെ അതിൽ ഒപ്പിട്ടിട്ടില്ല. കോൺഗ്രസിന്റെ കാലത്ത് 2008 ഇത് ഒപ്പിടുമെന്നൊരു ധാരണ വന്നിരുന്നു. കാരണം ഈ കോൺഗ്രസിന് എപ്പോഴും അമേരിക്ക ഭയങ്കര ഭയമുള്ള ഒരു പാർട്ടിയാണ്. അവരന്ന് ഒപ്പിടിക്കും എന്നൊരു ഇത് വന്നിരുന്നു. പിന്നീട് പോയിട്ട് അമേരിക്കയുമായിട്ട് നമ്മൾ ഇതിന്റെ ഒരു കരാർ വെച്ചിരുന്നു. അതായത് CTBT ലോക കരാറിൽ നമ്മളില്ല, ആണവ ഈ കരാറിൽ നമ്മൾ, അതായത് ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ നമ്മളില്ല. പകരം ഈ അമേരിക്കയുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾ അന്നത്തെ സർക്കാർ 2008 നടത്തിയിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇതൊരു ഉപരോധത്തിലേക്ക് പോകാം ഇന്ത്യക്ക്. കാരണം ഇതൊരു ലോകരാജ്യങ്ങളുടെ ഒരു ഉപരോധം ഇന്ത്യ നേരിടേണ്ടി വരും ഇങ്ങനെ നടത്തിയാൽ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഡയലോഗ് ഈ അമേരിക്ക എപ്പോഴും ഇരട്ടത്താപ്പാണല്ലോ. അവർക്ക് പരീക്ഷിക്കാമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം, ചൈനയ്ക്ക് പരീക്ഷിക്കാമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയും ആ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ഒന്നാമത്തെ ഒരു കാര്യം. ആ നിരോധനം എത്രത്തോളം നിലനിൽക്കും ഇനി എന്നുള്ളത് അറിയില്ല. 98 അവർ ആ നിരോധനം കൊണ്ടുവരുമ്പം ഇന്ത്യയുടെ അവസ്ഥ വേറൊരു തരത്തിലായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ അതിനെ അതിജീവിച്ചു, ആ 98 നിരോധനത്തെ. അപ്പൊ സ്വാഭാവികമായി ഇപ്പോഴുള്ള നിരോധനം എന്ന് പറഞ്ഞാൽ അതൊരു നിയമപരമായ ഒരു നിരോധനമല്ല. ഇപ്പോ നിങ്ങൾ പൊട്ടിക്കുന്നു, അപ്പൊ എനിക്ക് അതിനുള്ള അവകാശം ഉണ്ടല്ലോ സ്വാഭാവികമായി തന്നെ, ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള പരീക്ഷണം നടത്താനുള്ള അവകാശമുണ്ടല്ലോ. അതാണ് ഇവിടെ ഇതിൽ ചേർത്ത് വായിക്കപ്പെടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ തള്ളിമറിച്ചത് കണ്ടോ, ചൈനയും ട്രംപിനെ പോയിട്ട് ഇപ്പൊ എല്ലാം സെറ്റിൽ ചെയ്തു,
ഇപ്പൊ അവരുടെ അങ്ങോട്ടേക്ക് വ്യാപാരം ഒഴുകും. മോദി മാത്രം മുഖം വീർപ്പിച്ച് കേരളത്തിലെ ഒരു പ്രമുഖ മുത്തശ്ശി പത്രമാണ് ഈ തലക്കെട്ടോട് ഞാൻ ഇറക്കിയിരിക്കുന്നത്. വായിച്ചു അത്. ഇന്ന് മലയാള രാവിലെ വരുന്ന മനോരമ വാർത്ത പ്രീമിയത്തിൽ വന്ന വാർത്തയാ, ഞാൻ കണ്ടു അത്. ഇന്ന് ആസിയാനിൽ രാവിലെ ട്രംപ് പോയി എന്താ പറഞ്ഞത്? നേടേണ്ടത് നേടി ചൈനയും ഉത്തര കൊറിയയും. എന്നാൽ ഒന്നും നേടാതെ ഇന്ത്യ. മോദി മാത്രം അതില് മറ്റേ ഈ ഓൺലൈനായിട്ട് പങ്കെടുത്തു എന്നുള്ളൊരു വാർത്ത. അത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ഇന്ന് രാവിലെ എന്താണ് സംഭവം വാർത്ത? ഇന്ന് ഉം, രാവിലത്തെ വാർത്ത, ട്രംപ് ഒരു മുന്നറിയിപ്പ് ഷീ ജിൻപിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഉം, തായ്വാനെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം വന്നാലും ഞങ്ങൾ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, ഇത് ചൈനയ്ക്ക് നന്നായി അറിയാം. ഷീ ഉം, ജിൻപിങ് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, തന്റെ ഭരണകാലത്ത് ട്രംപ് ഉം. അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം തങ്ങൾ തായ്വാനെ ആക്രമിക്കില്ല എന്ന് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന്. ചൈന അങ്ങനെ അടിപൊളി. ഒരു ഉറപ്പ് കൊടുക്കുമെന്ന് അറിയില്ല. ഇത് മുമ്പ് മറ്റേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തീർക്കാനായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ ട്രംപ്. എന്ന് പറഞ്ഞ അതെ മറ്റൊരു അതെ. തള്ളാണ് ചൈനയ്ക്കെതിരെ നടത്തിയിരിക്കുന്നത്. അതെ ഇതിനുടൻ അതെ തന്നെ അതെ. ചൈനയുടെ ഭാഗത്തു നിന്ന് മറുപടി. സാധാരണഗതി ചൈന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉടൻ മറുപടി കൊടുക്കാത്ത രാജ്യമാണ്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി മറുപടിയായിട്ട് ചൈന രംഗത്തെത്തി. ചൈന പറഞ്ഞത്, പിന്നെ ഞങ്ങളുടെ ആഭ്യന്തര ഉം, കാര്യത്തിൽ കയറി നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്, തായ്വാനുമായിട്ടുള്ള ഉം, പ്രശ്നം എന്ന് പറയുക മാത്രമല്ല, ദക്ഷിണ ചൈന കടലിടുക്കിലും തായ്വാന് ചുറ്റുമൊക്കെ കൂടുതൽ പടക്കപ്പലുകൾ വിന്യസിക്കാനുള്ള തീരുമാനം എടുത്തു. ഇപ്പൊ ഡ്രില്ലുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ സൈനിക അഭ്യാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചൈന പറഞ്ഞു ഉം, അത് ഉം, ഞങ്ങളുടെ ഉം. ആഭ്യന്തര പ്രശ്നമാണ്, അത് നിങ്ങൾ ഇടപെടണ്ട എന്ന് പറയുന്നത്. ഏതായാലും അങ്ങനെ അവിടെയാണ് ഈ ട്രംപ് നേരത്തെ പറഞ്ഞ ഈ കഠിന ഹൃദയർ എന്നുള്ള ആ ഒരു ഗണത്തിലേക്ക് മോദിക്ക് പിന്നാലെ ഇപ്പൊ ഷീ ജിൻപിങ്ങും പുടിനും എത്തി. 3 കഠിന ഹൃദയർ എന്നുള്ള ഇതിലേക്ക് എത്തി. ഉം. ഇതിനിടയിലാണ് ഈ പരീക്ഷണം. ഇനി മറ്റൊരു വാർത്ത കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. പാകിസ്ഥാനില് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഒരു വാർത്ത കടന്ന് ചുറ്റിത്തിരിയുന്നുണ്ട് അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ, വലിയ ചർച്ചയായി മാറി. ഉം. അതായത് പാകിസ്ഥാൻ ഒരു വമ്പൻ മിസൈൽ പരീക്ഷിച്ചു എന്നുള്ളതാണ് വാർത്ത. കഴിഞ്ഞ അതെ. ദിവസം ഒരു ചാനലുകാര്, ഒരു മാധ്യമ സ്ഥാപനം അവിടുത്തെ പ്രതിരോധ മന്ത്രി കാജ ആസിഫിനെ വിളിച്ചിരുത്തി ഒരു ഇന്റർവ്യൂ നടത്തി. ഇന്റർവ്യൂ ഉം. നടത്തിയിട്ട് ഈ അവതാരക ചോദിച്ചു, നമ്മുടെ രാജ്യം ഒരു വലിയ പരീക്ഷണം നടത്തിയല്ലോ, എന്താണ് ആ പരീക്ഷണം എന്ന് ചോദിച്ചപ്പോൾ കാജ ആസിഫ് പറഞ്ഞു, അത് നാട്ടുകാരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ആര് പറഞ്ഞു? ഇങ്ങനെ ഉം. എല്ലാവരുടെ സോഷ്യൽ മീഡിയ. അപ്പൊ നാട്ടുകാർ പറയുന്നതല്ല, എന്നോട് ചോദിക്കണം. എന്നോട് വെറുതെ ചോദിച്ചു പബ്ലിക്കായിട്ട് ചോദിച്ചാൽ പോരാ, രഹസ്യമായിട്ട് ചോദിച്ചാൽ മാത്രമേ ഞാനത് തരൂ എന്താണെന്നുള്ളത്. താങ്കൾക്ക് ഇത് വേണമെങ്കിൽ പരസ്യമായിട്ട് പറഞ്ഞു അയാള്. ആ അതായത് താങ്കൾക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് ചോദിക്കും, ഞാൻ അപ്പോൾ പറഞ്ഞു തരാം എന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ അറിയാൻ ഉം. കഴിയുന്നത് അവരൊരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആണ് പരീക്ഷിച്ചതെന്നാണ് അറിയുന്നത്. ഈ വാർത്ത എങ്ങനെ വന്നതെന്ന് വെച്ചാൽ, കൊച്ചയിലുള്ള ജനങ്ങള് അവിടെ ഒരു വല്ലാത്ത പ്രകാശവും മറ്റുമൊക്കെ കണ്ടു അപ്പോൾ ആകാശത്ത്. ഉം. ഇതാണ് ഈ വാർത്തയ്ക്ക് പിന്നിലുള്ള ഒരു കാരണം. ഏതായാലും കാജ ഉം. ആസിഫ് പറയുന്നത് ഒരു പരീക്ഷണം നടത്തി. പക്ഷേ പാകിസ്ഥാൻ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പരീക്ഷണം നടത്തിയായിരുന്നു. അവിടെ ഈ ഫത്തേ മിസൈലിന്റെ പരീക്ഷണമാണോ ആ ഫത്തേ മിസൈൽ എടുത്ത് ചുമ്മാ എടുത്ത് മുകളിട്ട് വിട്ടതാണോ എന്നറിയില്ല, കാരണം ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അതൊന്നും ഈ ഓപ്പറേഷൻ തോന്നുന്ന സമയത്ത് വിടാനും പറ്റിയില്ല. അപ്പൊ ഒരെണ്ണം ചുമ്മാതെ എടുത്ത് വിട്ടിട്ട് ഇനി അതാണോ ഞങ്ങളുടെ പുതിയ പരീക്ഷണമാണെന്ന് പാകിസ്ഥാനിലെ ജനങ്ങളെ പറ്റിക്കുന്നതാണോ ഒന്നും അറിയില്ല. ഏതായാലും അങ്ങനെ ഉം. ഒരു നീക്കം കൂടി നടക്കുന്നു. ഇതിനിടയില് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ശാന്തതയാണ്. ഈ ശാന്തതയിൽ എങ്ങും എത്തുന്നില്ല. ഈ ട്രംപ് പറയുന്നതും ട്രംപ് അനുകൂല മാധ്യമങ്ങൾ പറയുന്നതും അല്ല വാർത്ത. അവര് പറയുന്നത് ഇപ്പൊ റഷ്യയുടെ എണ്ണ നിർത്തി, അതുകൊണ്ട് എല്ലാം തീർന്നു, ഇന്ത്യ പോയി കാല് പിടിച്ചു, ചൈന ഇപ്പൊ ട്രംപിന്റെ കാല് പിടിച്ചു. ഒന്നുമല്ല, അനുദിനം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അനുദിനം അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അതൊരു ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ശീതയുദ്ധ കാലത്ത് ആണ് ഈ ലോകരാജ്യങ്ങൾ ആയുധം വാങ്ങിക്കൂട്ടാൻ തീരുമാനിക്കുന്നതും ആയുധം നിർമ്മിക്കുന്നതുമൊക്കെ. അങ്ങനെയാണ് ഈ ആണവായുധങ്ങളുടെ മത്സരം തുടങ്ങുന്നത് അവിടെയാണ്. ഉം. ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം റഷ്യയാണ്. 4000 അതെ. സംതിങ് ഉണ്ട്. 3000 സംതിങ് ഉള്ളത് അമേരിക്ക 2ാം സ്ഥാനവും, പിന്നെ ചൈനയ്ക്കുണ്ട്. ചൈനയുടെ എണ്ണം കൃത്യമായിട്ട് ഉം. അറിയില്ല. പിന്നെ ഇന്ത്യയുടെ ഈ പറയുന്ന എണ്ണം എന്ന് പറയുന്നത് ഒരു പഴയ ഒരു അടിസ്ഥാനത്തിൽ പറയുന്ന എണ്ണമാണ്. പക്ഷെ അതിലൊക്കെ ബഹുദൂരം ഉം. മുന്നിൽ പോയി. നമ്മൾ തന്നെ ഒരു വാർത്ത പറഞ്ഞിരുന്നു, ഒരു മാസം ഏതാണ്ട് 3 മാസത്തിലൊരിക്കൽ 50 to 80 പോർമുനകൾ വാർഹെഡുകൾ നമുക്ക് ഈ ആണവ വാർഹെഡുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഒരു കപ്പാസിറ്റി എന്ന് ചില ഡിഫൻസ് വാർത്തകളെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളത് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അതെ അതെ. പറയുന്നത് എനിക്കും തോന്നുന്നു, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി, ഇപ്പോൾ ഈ ലോകത്തെല്ലായിടും ഇപ്പോൾ ആണവ പരീക്ഷണം നടക്കും, ഇന്ത്യയും അത് നടത്തുമെന്ന് ഞാൻ മിനിഞ്ഞാന്നത്തെ 4ാം നാളത്തെ ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു. ഇന്നിപ്പോൾ അതെ. ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കാരണം ഉം. ലോകം അനുദിനം മാറുകയാണ്, ലോകത്തെല്ലായിടത്തും പരീക്ഷണം നടക്കുകയാണ്. അപ്പൊ അതിൽ നരേന്ദ്രമോദിയെ കണക്ക് ഒരു ഭരണാധികാരി ഇന്ത്യയിൽ ഇരിക്കുമ്പോൾ ഇന്ത്യക്ക് അത് മാറിയിരിക്കാൻ കഴിയില്ല. ഉം. വേറെ ഉം. മുൻ ഉം. ഭരണാധികാരികളൊക്കെ ആയിരുന്നുവെങ്കിൽ കമാന്നൊരു അക്ഷരം വേണ്ടത്തില്ലായിരുന്നു, ഇവരുടെ വാർത്തകളും കണ്ട് കുളിരണിഞ്ഞ് ഇവിടെ ഇരുന്നേനെ. പക്ഷെ ഇദ്ദേഹം അത് ഉം. ചെയ്യില്ല. കാരണം ഇപ്പോൾ ചൈന അവരുടെ 5 പ്രധാനപ്പെട്ട ഈ ആണവ മിസൈലുകളുടെ പരീക്ഷണം നടത്തി, റഷ്യ നടത്തി കഴിഞ്ഞിരിക്കുന്നു. റഷ്യ 1964 തന്നെ ഈ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചതിന്റെ വിഷ്വൽസ് ഇപ്പൊ ഓൺലൈനുകളിൽ സജീവമായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഇതിലേക്ക് ഇന്ത്യ കൂടി എത്തുകയാണ്.
ഇവിടെ ഈ ഉത്തര കൊറിയയുടെ ലിസ്റ്റിൽ എന്താ വരാത്തെന്ന് വെച്ചാൽ ഉത്തര കൊറിയ ഒരു കരാറോ അല്ലെങ്കിൽ ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമോ ഒന്നും അല്ല. അതുകൊണ്ട് എന്ത് അക്കൗണ്ടബിലിറ്റി ഇല്ല അതിന്, അതൊരു രേഖയില്ല, വ്യവസ്ഥാപിതമായ രേഖയും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ അതിൽ ഉൾപ്പെടുത്താത്തത്. ഏതായാലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ തന്നെ അറിയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ തൃശ്ശൂരിന്റെ ആ ഒരു സമയത്ത് തന്നെ അത് നടന്നോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അതിന്റെ ഒരു ഡിക്ലറേഷൻ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണം നടന്നാൽ എനിക്ക് തോന്നുന്നു അന്ന് ബേബി വാജ്പേയി ആ ഒരു ആണവ പരീക്ഷണത്തിന് ശേഷം നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ ഒരു പ്രസ്താവന ചങ്കൂരത്തോടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതും ഒക്കെ. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് തിക്ത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മൗനമാണ്. കാരണം ഇത്രയൊക്കെ പ്രകോപനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടും അദ്ദേഹം ഒരു അക്ഷരം അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. എണ്ണ നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല, വേറെ ഒന്നിനെ കുറിച്ചും പ്രതികരിച്ചിട്ടില്ല. അതാണ് നമ്മുടെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്, എന്താണ് മോദി ട്രംപിന്റെ കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് മോദി. ഇപ്പൊ രാഹുൽ ഗാന്ധി കണക്ക് പണിയും കൂലിയില്ല നടന്ന് ഒരു പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു MP ആണ് എന്നുള്ളതിന്റെ കവിഞ്ഞ് അദ്ദേഹത്തിന് ഒഫീഷ്യൽ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് പാർട്ടിക്കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുക, തിരുവനന്തപുരത്ത് ആരും മത്സരിക്കുക എന്നുള്ള ലിസ്റ്റ് പരിശോധിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി. ഇപ്പൊ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തി, അതിപ്പം മോദി എന്നല്ല, മൻമോഹൻ സിംഗ് ആണെങ്കിലും അവർക്കൊക്കെ ഇത് നോക്കി നടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വെറുതെ വാചം അടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ വാചം അടിക്കാറുമില്ല. പിന്നെ റഷ്യയുടെ എണ്ണ നമ്മൾ നിർത്തിയതായിട്ട് എങ്ങും കാണുന്നുമില്ല. ഈ പറയുന്നത് മാത്രമാണ് നിർത്തി എന്ന് നിലവിൽ പറയുന്നത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും ഒരു വലിയ വാർത്ത തന്നെയാണ്. വരും ദിവസങ്ങൾ കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം ഈ വാർത്തയ്ക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.